ജപ്തി ഭീഷണിയിലായ വീട്ടിൽ നിന്ന് ഭിന്നശേഷിക്കാരനായ മകനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ തേങ്ങുകയാണ് ഒരമ്മ. ആലപ്പുഴ തുറവൂരിലെ 52 വയസ്സുകാരി ലതയാണ് പ്രതിസന്ധികൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത്. ഒരു വർഷം മുമ്പ് ലതയുടെ ഭർത്താവ് രവീന്ദ്രൻ ഹൃദയാഘാതം മൂലം മരിച്ച കാര്യം ഓർമ്മിക്കുക. 3 വർഷങ്ങൾക്ക് മുൻപാണ് വീട് നിർമ്മിക്കാനായി 6 ലക്ഷം രൂപ സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. 2 വർഷത്തോളം പലിശ ഉൾപ്പെടെ തിരിച്ചടവ് മുടങ്ങിയില്ലെന്ന് ലത പറയുന്നു. കെട്ടിടം പണിക്കാരനായ ഭർത്താവ് രവീന്ദ്രനായിരുന്നു വീടിന്റെ ഏക ആശ്രയം. രവീന്ദ്രന്റെ മരണത്തോടെ വായ്പ തിരിച്ചടവ് മുടങ്ങി. മകന്റെ ചികിത്സയ്ക്കും വീട്ടു ചെലവുകൾക്കും പോലും പണം കണ്ടെത്താൻ നെട്ടോട്ടം ഓടുകയാണ് ലത. എൻ്റെ മോന് മരുന്നിന് പോകാൻ പോലും 3-4 മാസം ഇപ്പോൾ പോയിട്ട് 3-4 മാസം മുടങ്ങിയിരിക്കുകയാണ്. അവിടെ പോയാലും 10,000 ചില്ലാൻ രൂപ ഒരു മാസം വേണം. അതിനെക്കൊണ്ട് ഒരു രക്ഷയില്ല. ഇന്നിപ്പോൾ കറണ്ട് ബില്ല് അടക്കേണ്ടതാണ്. കറണ്ട് ബില്ല് അടക്കാൻ പോലും നിവൃത്തിയില്ല. ഞങ്ങൾക്ക് വേറൊരു സ്ഥലവുമില്ല. ഞങ്ങൾ പിന്നെ വഴിയിൽ കിടക്കേണ്ടി വരും ഞാനും എൻ്റെ മകനും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തി വന്നിരുന്ന മകന്റെ ചികിത്സയും മാസങ്ങളായി മുടങ്ങി. ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, നിങ്ങളെല്ലാവരും സഹായിക്കണം. വൈദ്യുതി ബില്ല് അടയ്ക്കാതെ വന്നതോടെ KCBയും ഏത് നിമിഷവും വൈദ്യുതി വിച്ഛേദിക്കും. നിലവിൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതായി. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാൽ ജീവിക്കണം. ആ കൊച്ചിനെ അവളെ ഇട്ടേച്ച് പോകാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. അവൾ എന്നിട്ട് പോവുകയാണ്. നമുക്ക് ജീവിക്കണം, നിത്യ ഭക്ഷണം കഴിക്കണ്ടേ. പിന്നെ ഈ കുഞ്ഞിൻ്റെ ആയുർവേദത്തിന് ഒരുപാട് അവർ കാശ് ചിലവാക്കി. ദയവിത് എന്ത് ആൾക്കാർ എന്ത് ചെയ്താലും അവരെ ഇറക്കി വിടരുത്. പലിശ ഉൾപ്പെടെ 6,60,000-ഓളം രൂപ വരും ഇനി തിരിച്ചടവ്. ബാങ്ക് വായ്പ അടച്ചു തീർത്ത് കിടപ്പാടമെങ്കിലും സുരക്ഷിതമാക്കാൻ സുമനസ്സുകളോട് സഹായം തേടുകയാണ് ഈ കുടുംബം. ഇനി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന നോട്ടീസാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോകാനൊരു സ്ഥലമില്ലെന്ന് മാത്രമല്ല, ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കോ പോലും പണമില്ല. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ.